ഈ മാസം ആദ്യത്തെ ആഴ്ചയിൽ എലത്തൂർ MLA ശ്രീമതി വിദ്യാ ബാലകൃഷ്ണൻ അവർക്ക് ഇങ്ങനെ ഒരു ഫോൺ കോൾ വരുന്നു. ഡൽഹിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി MP അവരുടെ ഓഫീസിൽ നിന്നാണ് പേര് പറഞ്ഞു വിളിക്കുന്നതെന്നും മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്, അതിന് ഇത്ര പൈസയുടെ ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞു വിളിച്ചു. ആ പൈസ അവർക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വേറെ സ്ഥലം പറഞ്ഞു, കോഴിക്കോട് അല്ല വേറെ സ്ഥലം. അവരത് 2-3 പ്രാവശ്യം അത് ഒന്നും കൂടെ ഫോണൊക്കെ ക്ലാരിറ്റി നോക്കി അവരന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു വ്യാജമായ കോളാണെന്നും. പിന്നീട് നോക്കുമ്പോൾ ഇത് പല സ്ഥലത്തും ഈ കോൾ വന്നിട്ടുണ്ട്. അവർ ഞങ്ങളെ സംബന്ധിച്ചൊരു കേസ് പരാതി പറഞ്ഞപ്പോൾ എന്നോട് പരാതി പറഞ്ഞു. 12-ാം തീയതി ഞങ്ങളിതൊരു കേസ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതേ സമയത്ത് തന്നെ വയനാട് കാഫി പറമ്പിൽ MP അവർക്കും ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തിൻ്റെയും പേരിലും ഇതേപോലെ കോൾ വന്നിട്ടുണ്ട്. വേറെയും ചില കോളുകൾ വന്നതായിട്ട് ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. ഇതിൻ്റെ ഞങ്ങളുടെ സൈബർ കോഴിക്കോട് സിറ്റിയുടെ സൈബർ ടീം അസിസ്റ്റന്റ് കമ്മീഷണർ പ്രദീപിൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെ പ്രാഥമികമായ വേരിഫിക്കേഷനിൽ മനസ്സിലായി ഈ പ്രതികൾ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കുറേ വിവരങ്ങൾ ലഭിച്ചു. അവിടെ നല്ല രീതിയിലൊരു ഫീൽഡിലും ടെക്നിക്കലുമായിട്ട് അന്വേഷണം നടത്തേണ്ടതുണ്ടാകും എന്ന അനുമാനത്തിൽ DCP പദം സിംഗ് IPSൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇവിടുന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. അവിടെ വന്ന് എത്തിയ ശേഷം അവരെ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറേ CCTVയും മറ്റു രീതിയിലുള്ള ഒരുപാട് ഫീൽഡിൽ അനലൈസിങ് നടത്തി ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥന്മാരുടെ സഹായം ലഭിച്ചു. അങ്ങനെ 22-ാം തീയതി 10 ദിവസങ്ങളിൽ തന്നെ ഡൽഹി ബോർഡറിൽ വെച്ച് ഇതിൽ 1-ാം പ്രതിയെയും കൂടാതെ തന്നെ ആദ്യം 2-ാം പ്രതിയും പിന്നീട് 1-ാം പ്രതി അറസ്റ്റ് ചെയ്യാൻ കഴിയും. യഥാർത്ഥ പ്രതികൾ അതിനു മുമ്പ് ഈ ഫോണിൻ്റെ അതെല്ലാം വ്യാജമായ രീതിയിലും അല്ലാത്ത രീതിയിൽ മോഷണം പോയ ഫോണുമൊക്കെയുള്ള ഉടമകളൊക്കെ ഞങ്ങൾ ആദ്യം കണ്ടെത്തിയിരുന്നു. അവർക്കൊന്നും കേസിൽ ബന്ധമില്ലാന്ന് മനസ്സിലായി. പക്ഷേ പല രീതിയിലുള്ള ഞങ്ങളുടെ ചോദ്യം ചെയ്യലും മറ്റ് ടെക്നിക്കൽ അനലൈസിസും CCTV ഫുട്ടേജുകളുടെ പരിശോധനയും ഒരുപാട് CCTV ഫുട്ടേജുകളൊക്കെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥ പ്രതികളെത്തിയത്. ഈ 2 പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ യഥാർത്ഥ പ്രതികളാണെന്നും ഇവർക്ക് മുൻപേ തന്നെ സമാന കേസുണ്ടെന്ന് മനസ്സിലായി. ആ പ്രതികളെ അവിടെ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് അവിടെ കോടതിയിൽ ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ടുമായി ഇന്ന് ഇവിടെ കൊണ്ടുവന്നുള്ളതും ഇവിടെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതും. ഈ കേസിൽ പ്രതികൾ യഥാർത്ഥ പ്രതികളെ ഇതുപോലെയുള്ള ഓൺലൈൻ ചീറ്റിംഗിൽ ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലപ്പോഴും അതിൻ്റെ സെക്കൻഡ് ലെയർ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെയാണ് ഇത് അവസാനിക്കാറ്. ഈ യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ സൈബർ വിങ്ങിൻ്റെയും DCPയുടെയും നല്ല പ്രവർത്തനം ഡൽഹിയിൽ പോയപ്പോൾ ഉണ്ടായി. നല്ല ഏകോപനമായ പ്രവർത്തനം നടന്നതുകൊണ്ട് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഈ കേസിൻ്റെ ചുരുക്കം. നാസിക്കിലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസ് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നും എന്ന് പറഞ്ഞിട്ട് ആണ് ആ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ ജയിലിൽ കടന്നിട്ടുണ്ട്. ഇത് കൂടാതെ ഹിമാചൽ പ്രദേശിൽ രാജസ്ഥാനിലൊക്കെ ഇയാളുടെ കേസിനെ പറ്റിയ വിവരങ്ങളുണ്ട്. അത് ഞങ്ങൾ ശേഖരിച്ച് വരുന്നേ ഉള്ളൂ. മറ്റ് കേസുകളിൽ എവിടെയൊക്കെയാണ് ഇതുള്ളത് എന്നുള്ളതും പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ കടന്ന ഒരു കേസ് നാസിക്കിലേതാണ്, മഹാരാഷ്ട്ര വന്നിട്ടുണ്ട്. ഇവർ തന്നെയാണ് അതിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വയനാട് പോലീസ് ഈ സമയത്ത് തന്നെ വയനാട് പോലീസിന്റെ ടീമും ഡൽഹിയിലെത്തിയിരുന്നു. അക്കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നു. പല കാര്യങ്ങളും നമുക്ക് പബ്ലിക് ഡൊമൈൻ അവൈലബിൾ ആയിരിക്കും. മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ പേരൊന്നും അത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ചീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഓൺലൈൻ ആക്ടിവിറ്റീസും വാച്ച് ചെയ്തുകൊണ്ട് അതുപറ്റി നല്ല വിവരമുള്ള ആളുകളാണ് ഇത്തരം കൃത്യത്തിൽ ഏർപ്പെടുന്നത്. അവർക്കിത് സാധാരണഗതിയിൽ സാധ്യമാവാറുണ്ട്. ഇപ്പം പല സ്ഥലങ്ങളിൽ സമാനമായിട്ടുള്ള തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞു. ആരെങ്കിലും ഇവർ തട്ടിപ്പിൽ ഇരയായിട്ടുണ്ടോ? അതായത് സംശയത്തിന്റെ പേരിലാണോ ഈ കംപ്ലൈന്റ് ഒക്കെ? തട്ടിപ്പിൽ ഇരയായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നാസിക്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ഇവർ അറസ്റ്റ് ചെയ്ത് ഇവർ ജയിലിൽ കടന്നത്. അത് ഇതുപോലെ മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് മറ്റു പാർട്ടികൾ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നാണ് പറഞ്ഞിട്ടാണ് അന്ന് ഇയാൾ ബന്ധപ്പെട്ടിരുന്നത്. ക്ലാസിക്കലിൽ പണം കൊടുത്തു, കുറച്ച് സ്വീകരിച്ചിരുന്നു. അപ്പോഴേക്കും സംശയം തോന്നി. പണം കൊടുത്തല്ല, ക്ലാസിക്കൽ പണം കൊടുത്തായിട്ട് നമുക്ക് തീരുന്നില്ല. പക്ഷെ അവർ കാര്യങ്ങൾ ധാരണ വന്നതോടുകൂടി ഇതൊക്കെ സംശയം തോന്നി അറിയിച്ചതാണ്.
അവർ ഡൽഹി പോലീസിനെ അറിയിച്ചു. ഡൽഹി പോലീസാണ് അവർ അറസ്റ്റ് ചെയ്തത്. ഈ വിജയബാലകൃഷ്ണൻ എന്തെങ്കിലും പണം നൽകിയിരുന്നോ? ഇല്ല, അവർ പണം നൽകിയില്ല. അവർക്കത് മനസ്സിലായി. ഇത് ഫോൺ കിട്ടിയ അപ്പോൾ തന്നെ അവർക്ക് ഇതിൽ സംശയം തോന്നിയിരുന്നു. അവരെ കാര്യം അപ്പോൾ തന്നെ വെരിഫൈ ചെയ്തു. പിന്നീട് ഈ ആള് ഒന്ന് അവരുടെ രീതിയിൽ തന്നെ അവർ ചില കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു, വിലയിരുത്തലൊക്കെ നടത്തിയിരുന്നു. പിന്നീട് അതേ സമയത്ത് നമ്മൾ അറിയിക്കുകയും ചെയ്തു. നമ്മളത് അന്വേഷിക്കാൻ മനസ്സിലായി. സംഭവത്തിൽ 12-ാം തീയതിയാണ് പരാതി നൽകുന്നത് അല്ലേ? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായി. പക്ഷെ അയാളല്ലാത്ത രീതിയിലൊന്ന് ഞങ്ങൾ നോക്കിയിരുന്നു. ഇത് എങ്ങനെയെങ്കിലും ഇയാളെ കണ്ടെത്താൻ സാധിക്കുന്ന മാർഗങ്ങൾ ഞങ്ങൾ അതിൽ നോക്കിയിരുന്നു. അതെ, ശരിയാണ്. കേസിന് മുമ്പ് ഞങ്ങൾ വെരിഫിക്കേഷൻ നടത്തിയിരുന്നു. അത് നമുക്ക് പറയാൻ സാധിക്കില്ല. സെലക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇയാളെ സെലക്ട് ചെയ്ത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ 2 ഇപ്പോൾ മന്ത്രിസ്ഥാനം എന്ന് പറയുമ്പോൾ MLA-മാർക്കാണല്ലോ സാധ്യത. 2 വിളിച്ചത് MP-മാരെയാണ്. അത് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് വിളിക്കുമ്പോൾ അല്ല, അവരെ മറ്റു പല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവരെ സമീപിച്ചത്. മറ്റു കാര്യങ്ങൾ ഇല്ല, ആർക്കും പണം നഷ്ടമായിട്ടില്ല. അത് കേസെടുത്ത് അന്വേഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പ് പ്രതിയെ ഇവിടെ മറ്റേതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ പറ്റുമെന്നൊരു ശ്രമം നടത്തിയതാണ്. ഇവിടെ സാധാരണ ആരെങ്കിലും അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ശ്രമം നടത്തും, അയാൾ നേരിടുന്ന വരുത്താനോ മറ്റൊക്കെ. ചില കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിനകത്തിപ്പം പ്യൂർലി ഒരു ചീറ്റിംഗ് മാത്രമാണ്, മറ്റു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇതിലില്ല. പ്യൂർലി ചീറ്റിംഗ്, മറ്റു ബാക്ക്ഗ്രൗണ്ട് പ്യൂർലി ആളെ പിക്ക് ചെയ്തതിലും വിജയബാലകൃഷ്ണൻ തെരഞ്ഞെടുത്തതിലും ഒന്നും പ്യൂർലി ചീറ്റിംഗ് ആണ്. അതെല്ലാം റാൻഡം ചെക്കിംഗ് ആയിരിക്കാം. പ്രതികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് എല്ലാ കാര്യത്തിലും നമുക്ക് പിന്നീട് മനസ്സിലാവുന്നുള്ളൂ. അങ്ങനെ ഒരു സപ്പോർട്ടിന്റെ കാര്യം ഇതുവരെയും ബോധ്യപ്പെട്ടില്ല. അതൊക്കെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെയുള്ള ഞങ്ങളുടെ ഹിസ്റ്ററിയിൽ നമ്മൾ ഓൺലൈൻ ചീറ്റിംഗ് എന്ന് പറയുന്നത് ബിയോണ്ട് അവർ ഇമാജിനേഷനാണ്. അവരെങ്ങനെ നമ്മളിലേക്ക് എത്തി, എങ്ങനെ ഈ സാധാരണക്കാരിലേക്ക് എത്തി എന്ന് പറയുന്ന കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ അന്വേഷണത്തിൽ ഇനി കൂടുതൽ കണ്ടെത്തേണ്ട കാര്യമാണ്. ഇവരിപ്പോ ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇവർ സ്ഥിരമായിട്ട് നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളുടെ ഭാഗമായിട്ടുണ്ട്? അതെല്ലാം അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളിലും ബാക്കി അവരുടെ ഫോണ് മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിട്ടിയതൊക്കെ അനലൈസ് ചെയ്ത ശേഷം കാര്യങ്ങളിലേക്ക് അല്ല, യഥാർത്ഥ മോഷണം പോയതാണ്. വിദ്യാസമ്പന്നരാണ്. ഒരാൾ LLB സ്റ്റുഡൻ്റ് ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾ വെരിഫൈ ചെയ്തിട്ടില്ല. മറ്റാളും എഡ്യൂക്കേറ്റഡ് ആണ്. രണ്ടുപേരും വിദ്യാഭ്യാസ സമ്പന്നരാണ്. ഇത്തരം ഓൺലൈൻ ആക്ടിവിറ്റീസിൽ IT കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം പേരുള്ള ആൾക്കാരുമാണ്. അല്ല സാർ, പക്ഷേ ഇവരുടെ ഒരു ഇതെന്തായിരുന്നു? കാരണം ഇവർക്കറിയാം MLA ആണ്, വിദ്യാഭ്യാസമൊക്കെയുള്ള ആളുകളാണ്, കേരളമാണ്. അവിടെ 3 കോടി രൂപയൊക്കെ വന്നതിനെ ചോദിച്ചാൽ ലൈനായി ഇതിന് വീഴും എന്ന് ഇവർക്ക് തോന്നലുണ്ടായിരുന്നു. നിങ്ങളുടെ ഈ ചോദ്യം വളരെ ന്യായമാണ്. പക്ഷേ ഓൺലൈൻ ചീറ്റിങ്ങിന് ഞങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. 55 ലക്ഷം ഭരിച്ച ഒരു റിട്ടയർ ചെയ്ത ഡോക്ടറെ കേസ് ഇപ്പം മിനിയാന്ന് എടുത്തിട്ടുള്ളൂ. അവരോട് ചോദിച്ചാൽ അവർക്കും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ചീറ്റിംഗ് ഈസ് ലൈക്ക് ദാറ്റ്. അതിലൊരു പ്രൊഫഷണൽ നേച്ചർ ഉണ്ട്. അതിലാരും വീണ് പോകും. അത് വീണ് പോകുന്ന സമയത്ത് മാത്രമേ ബോധ്യം വരൂ. സാധാരണക്കാര് അതിൽ കുറച്ച് പണമുള്ള ആളുകളൊക്കെ പറ്റുന്നുണ്ട്. ഈ ജനപ്രതിനിധികളെ പോലുള്ള അവരെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഈ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ദർ ആർ സോ മെനി ക്രിമിനൽസ്. വെരി ഡിഫറൻ്റ്ലി ചിന്തിക്കുന്നവരുണ്ട്. ഡിഫറൻ്റായിട്ട് നമ്മൾ അൺബിലീവബിൾ ആയിട്ടുള്ള കുറേ ചീറ്റിംഗ് ഈ ഓൺലൈൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അൺബിലീവബിൾ എന്ന് പറയുന്നത് അല്ലേ? 10 മിനിറ്റിനകത്ത് ഈ കോഴിക്കോട് ടൗണിലെ ഒരു ബിസിനസ്സുകാരൻ ഡൽഹി പോയ സമയത്ത് അയാളുടെ സ്വന്തം വാട്സാപ്പിൽ നിന്ന് കോൾ വന്നിട്ട് 50 ലക്ഷം അയപ്പിച്ച സംഭവം ഉണ്ടായി ഇവിടെ. ആരെങ്കിലും വിശ്വസിക്കുമോ? ഇറ്റ്സ് എ ട്രൂ കേസ്. ആ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതി ഇത് ഒറ്റപ്പാലത്ത് നടന്ന സംഭവമാണ്. പ്രതി വളരെ പാവപ്പെട്ടവരാണ് ഇയാൾക്ക് നേരത്തെ കേസുണ്ട്. ഒരു ടൈലറെ സമീപിച്ച് ആദ്യം അവിടുന്ന് ഒരു ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് അയാളുമായി പരിചയം സമ്മതിച്ചു. പിന്നെ അയാളെ പരിചയപ്പെടുത്തി ഇയാൾ UAE പോലീസിലാണെന്ന് പറഞ്ഞ് എന്നിട്ട് അവിടെ ജോലി വാങ്ങിക്കൊടുക്കാൻ ഇയാൾ കുറേ പേർക്ക് ജോലി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഈ അങ്ങനെ സ്റ്റിച്ചിങ് സ്ഥാപനങ്ങളിൽ ജോലി വാങ്ങിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഇയാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങി. അപ്പോൾ പൈസ വാങ്ങുന്ന സമയത്തൊക്കെ ഇയാൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ട്. ആ ചാറ്റ് ചെയ്യുന്ന പ്രൊഫൈല്
കോഴിക്കോട് കമ്മീഷണറുടെ ഇപ്പോഴത്തെ കോഴിക്കോട് കമ്മീഷണറുടെ പ്രൊഫൈൽ ഫോട്ടോ ആണ്. അത് ഈ പാവപ്പെട്ടൻ ആദ്യം തിരിച്ചറിഞ്ഞില്ല. ഇയാൾക്കത് ചെറിയ സംശയം തോന്നി. ഇയാളുടെ ഒരു അയൽവാസിയെ കാണിച്ചപ്പോൾ അയാളത് കണ്ടപ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇത് കോഴിക്കോട് കമ്മീഷനാണ്. അപ്പോൾ അയാൾ ഇവിടെ വിളിച്ചു പറഞ്ഞു, എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവം നടന്നു. ഇത് അയച്ചു, എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു. നമ്മളത് ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. കാരണം അത് കമ്മീഷണറുടെ നമ്മൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ ആ ഫോട്ടോ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് കൂടുതൽ പിന്നെ നമ്മുടെ ഈ ടീമും അയാളെ കണ്ടെത്താൻ പറ്റിയില്ല. അവർ നല്ല രീതിയിൽ ഒരാഴ്ച അവിടെ പാലക്കാട് പരിസരങ്ങളിൽ തമ്പടിച്ച് അവിടെ ഹാൾട്ട് ചെയ്തുകൊണ്ട് അവസാനം ഇയാളെ കണ്ടെത്തി നിലയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട്. തട്ടിപ്പ് തന്നെയാണ്, നേരത്തെ പ്രത്യേകിച്ച് ചോദിക്കുന്നത്. തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, ഹൗ യു ആർ ചീറ്റിംഗ്. നമുക്ക് നമ്മുടെ ഇമാജിനേഷന് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. എന്നാൽ ആരും ചീറ്റ് ചെയ്യപ്പെടാൻ നമ്മൾ അത്രയും കെയർഫുൾ ആയിരിക്കണം. അല്ല, ഒന്നിൽ കൂടുതൽ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഫോൺ അവർ നശിപ്പിച്ചൊരു ഫോൺ ഞങ്ങൾ അവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കുഴിച്ചിട്ടൊരു ഫോൺ ഉണ്ടായിരുന്നു. അതൊരു ഒരു പാർക്കിൽ വെച്ച് പ്രതികളുടെ ചോദ്യം ചെയ്യാൻ മനസ്സിലായിട്ട് അത് കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ട്. അല്ലാതെയും ഫോണുകളുണ്ട്. കോൺവെർസേഷൻ ഉദ്ദേശിക്കുന്നത് എത്ര മാത്രം അല്ല വിളിച്ചു. പിന്നെ നമ്മൾ തന്നെ ഡയറക്ഷൻ കൊടുത്തു, കുറച്ച് കോൺവെർസേഷനുകൾ നിങ്ങൾ ഇൻവോൾവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇതിനെ കുറച്ച് നീണ്ടുപോയതൊക്കെ. നമ്മൾ എന്നെ അറിയിച്ചു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കോൺവെർസേഷനുകൾ നീണ്ടു പോകണം. കാരണം നമുക്ക് ഈ ഓൺലൈൻ ഇത് ലൊക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ സൈബർ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മളെ നിർദ്ദേശപ്രകാരം ചെയ്തവർ. അവർ ബോൾഡായിട്ട് മുന്നോട്ട് വന്നതാണ് ഈ കേസ് ഡിസ്കഷൻ ആയുള്ള ഒരു പ്രധാന ഒരു കാരണം കൂടി. അങ്ങനെയാണ് കോൾ നീട്ടിക്കൊണ്ട് പോയത് അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.